വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലെ ചായയോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ട് മുട്ട ഉപയോഗിച്ച് ഒരു സ്നാക്സ് തയ്യാറാക്കി നോക്കാം. അതിനായി 4 കോഴിമുട്ട ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് അല്പം ഓയിൽ തടവിയതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ഒരു പാൻ വെക്കുക. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു റിങ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇതിന് മുകളിലായി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിക്കാം. ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിലിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മുട്ട ആവിയിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കിതൊരു ഷേപ്പാക്കി മാറ്റാം. ഞാനിവിടെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൈദയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ശേഷം ഒരു കോഴിമുട്ട, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കുരുമുളക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട മൈദയിൽ കോട്ട് ചെയ്തത് ഇതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കൂടെ പൊതിഞ്ഞെടുക്കാം. എല്ലാതും ഇവിടെ ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി. അപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്